എന്താണ് കോളോറക്ടൽ ക്യാൻസർ? വൻകുടലിനെയും മലാശയത്തെയും ബാധിക്കുന്ന ക്യാൻസറാണ് കോളോറക്ടൽ ക്യാൻസേഴ്സ്. ഈയിടെയായി കേരളത്തിലും ഇന്ത്യയിലും വളരെയധികം കൂടി വരുന്ന ഒരു ക്യാൻസറാണ് കോളോറക്ടൽ ക്യാൻസേഴ്സ്, വൻകുടലിനെ ബാധിക്കുന്ന ക്യാൻസർ. എന്താണ് കോളോറക്ടൽ ക്യാൻസർ വരാനുള്ള റിസ്ക് ഫാക്ടേഴ്സ്, അല്ലെങ്കിൽ കുടലിൻ്റെ ക്യാൻസർ അമിതമായി കാണുന്നത് ആരിലൊക്കെയാണ്? നമ്മുടെ മാറിയ ജീവിത സാഹചര്യങ്ങൾ, മാറിയ നമ്മുടെ ഡയറ്റ് പാറ്റേൺ, നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലെ വ്യത്യാസങ്ങൾ, നമുക്ക് കൂടുതലായി കണ്ടുവരുന്ന കോമോബിഡിറ്റീസ്, ഡയബറ്റീസ് മെലിറ്റസ്, അങ്ങനത്തെ ചില അസുഖങ്ങൾ, ഇവയെല്ലാം കോളോറക്ടൽ ക്യാൻസർ ഉണ്ടാക്കാനുള്ള റിസ്ക് കൂട്ടുന്നു. അതുപോലെ തന്നെ ഒരു സെഡൻറ്ററി ലൈഫ് സ്റ്റൈൽ, അതായത് അധികം ശരീരം അനങ്ങാതെയുള്ള ജോലിയിലേക്ക് കൂടുതൽ ആളുകൾ മാറുന്നത്, നമ്മുടെ ചേഞ്ചിങ് ഡയറ്റ് പാറ്റേൺ, നമ്മൾ കൂടുതലായി നമ്മുടെ ആഹാരത്തിൽ നിന്നും പച്ചക്കറികളും ഫ്രൂട്ട്സിൻ്റെയൊക്കെ അളവ് കുറയുന്നതും, അതനുസരിച്ചിട്ട് നമ്മുടെ ആഹാരത്തിൽ അമിതമായി നോൺ വെജിറ്റേറിയൻ ഡയറ്റിൻ്റെ കൂടുതലും വരുന്നത് മൂലം ഉണ്ടായിരിക്കുന്ന ആ ചേഞ്ച് കാരണവും കോളോറക്ടൽ ക്യാൻസർ റിസ്ക് ഫാക്ടറാണെന്ന് കരുതുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ കൂടുതലൊരു സമീകൃത ആഹാരം, ഒരു ബാലൻസ്ഡ് ഡയറ്റ് നമ്മൾ ഫോളോ ചെയ്യണം. അതായത് നമ്മുടെ ആഹാരത്തിൽ കൂടുതൽ പച്ചക്കറികളും ഫ്രൂട്ട്സും ഹോൾ ഗ്രെയിൻസും ഫൈബർ റിച്ച് ഡയറ്റും ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ കോളർ ക്യാൻസർ വരാനുള്ള സാധ്യതകൾ വളരെ കുറച്ച് വയ്ക്കുമെന്ന് പഠനങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ അമിത ഭാരം, ഒബീസിറ്റി അല്ലെങ്കിൽ ഓവർ വെയ്റ്റ്, ചിട്ടയായ ആഹാര രീതികളിലൂടെയും കൃത്യമായ എക്സസൈസിലൂടെയും ഭാരം നിയന്ത്രിച്ച് നിർത്തുകയാണെങ്കിൽ എല്ലാ ക്യാൻസറുകളും, കോളോറക്ടൽ ക്യാൻസർ മാത്രമല്ല, ബാക്കി കുടലിലും ആമാശയത്തിലുണ്ടാകുന്ന ക്യാൻസറും അല്ലാതെയുള്ള ബ്രസ്റ്റ്, യൂട്രൈൻ ക്യാൻസർ, അങ്ങനത്തെ പല ക്യാൻസറുകൾക്കും ഒരു റിസ്ക് ഫാക്ടറാണ് ഈ പൊണ്ണത്തടി, അമിത ഭാരം എന്നിവയുള്ളത്. അങ്ങനെയുള്ള കാര്യങ്ങൾ, അപ്പോൾ അതുമൂലം ഈ ഭാരം കൺട്രോൾ ചെയ്ത് നിർത്തുകയാണെങ്കിൽ അങ്ങനെയുള്ള ക്യാൻസർ വരാനുള്ള റിസ്ക് കുറയുകയും ചെയ്യും. അപ്പോൾ വൻകുടൽ ക്യാൻസറിൻ്റെ ഒരു പ്രധാനപ്പെട്ട റിസ്ക് ഫാക്ടറാണ് ഫെമിലിയൽ റിസ്ക് അഥവാ ഹെറിഡിറ്ററി റിസ്ക്. അതായത് പാരമ്പര്യമായി നമ്മുടെ കുടുംബത്തിൽ ആർക്കെങ്കിലും കുടലിലും വൻകുടലിലും മലാശയത്തിലും ക്യാൻസർ നേരത്തെ വന്നിട്ടുണ്ടെങ്കിൽ ആ കുടുംബത്തിലെ മറ്റുള്ളവർക്ക് പിന്നീട് കുടലിലും വൻകുടലിലും മലാശയത്തിലും ക്യാൻസർ വരാനുള്ള റിസ്ക് കുറച്ച് കൂടുതലായിരിക്കും. അപ്പോൾ പ്രത്യേകിച്ച് നമ്മുടെ കുടുംബത്തിൽ ഒരാൾക്ക് ഒരു 50 വയസ്സിന് മുൻപ് തന്നെ കുടലിലോ മലാശയത്തിലോ ക്യാൻസർ കണ്ടെത്തുകയാണെങ്കിൽ ആ കുടുംബത്തിലെ മറ്റുള്ളവർക്കും ക്യാൻസർ വരാനുള്ള റിസ്ക് കൂടുകയും ആ കുടുംബത്തിലുള്ളവർ നേരത്തെ തന്നെ മുൻകൂട്ടി കോളൻ ക്യാൻസർ സ്ക്രീനിങ് നടത്തുകയും ചെയ്യണം.